ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പഠിച്ച വചനം മറന്നു പോകരുത്. വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. യാബസിൻ്റെ പ്രാർത്ഥനയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. യാബസ് തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചതാണ് അല്ലേ? ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ മേലായിരിക്കുകയും എല്ലാ വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ കരം എൻ്റെ മേലായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്നിട്ട് ആ വചനത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും, പ്രൊവൈഡഡ് നമ്മൾ നല്ല ആത്മാർത്ഥതയോടെ ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. നല്ല ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ ദിവസം, പുതിയ വചനം. ഒക്ടോബർ മാസം 31-ാം തീയതിയാണ്. ഇന്നുകൊണ്ട് ഈ ഒരു 3 മാസം നമ്മൾ വചനം പഠിക്കുന്നതിൽ പുനരാരംഭിച്ച അതിൻ്റെ 31-ാം തീയതി 3-ാം മാസം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ആരംഭിച്ചു. 31-ാം തീയതി നാം ഇന്നെത്തി നിൽക്കുകയാണ്. ജപമാല മാസത്തിൻ്റെ അവസാന ദിവസം. ഇന്ന് ഒരുപാട് സ്ഥലത്ത് ജപമാല റാലിയൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കണം. നിങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിക്കണം. ജപമാലയെ മറന്നു പോകരുത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മെ അവിടുത്തെ നീലയെങ്കിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. വളരെ അനുഗ്രഹപൂർണമായ ഒന്നാണ്. അപ്പം നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 16 24-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ് പറയുക. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരു ശൂന്യവൽക്കരണം ആവശ്യമാണ്. Then Jesus told his disciples, the Gospel of St. Matthew, chapter 16, verse 24, ഇങ്ങനെ പറയുകയാണ്. Jesus told his disciples, if any want to become my followers, let them deny themselves and take up their cross and follow me. Let them deny themselves and take up their cross and follow me. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ വചനമൊക്കെ നമുക്ക് കാണാപ്പാടം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു വചനമാണ്. ഒരു സെൽഫ് ഡിനായൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു ശൂന്യവൽക്കരണം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ചു തന്നത്. അവരിന് വേണ്ടി ജീവിക്കാൻ, അവരിനെ കരുതുവാൻ ഒരു ത്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവരിന് വേണ്ടി. അതാണ് നല്ലൊരു വ്യക്തിത്വം. അവരിനെ സ്നേഹിക്കാൻ, കരുതാൻ ഒക്കെ നമുക്കൊരാഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കും കേട്ടോ നിങ്ങളെ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ കർത്താവിനെ പിൻചൊല്ലുവാൻ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ.